തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണത്തിൽ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ മൊഴിയെടുക്കുന്നത്. ഇതിനായി ഉദ്യോഗസ്ഥർ മന്ത്രിയോട് സമയം തേടിയിട്ടുണ്ട്. മൊഴി നൽകാൻ പ്രയാസമില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും. അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും. നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു, നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കണ്ടെത്തിയാൽ അത് കൊടുക്കും. അതിന് വേറെ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ്. എനിക്ക് അഭിപ്രായമില്ല. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് നിശ്ചയിക്കുക? എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? ഏഷ്യാനെറ്റിൻ്റെ ചീഫ് ഇപ്പോൾ BJPയുടെ പ്രസിഡന്റ് ആവും, നമ്മളാരെങ്കിലും കരുതിയോ? അപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു. ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാവുന്ന ആരെങ്കിലും കരുതിയോ? റവന്യൂ മന്ത്രിയായി, അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഇനി എങ്ങനെയായിരിക്കും, ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം. ആ ഘട്ടത്തിൽ പറയാം. വർത്തമാനത്തിനോട് പിന്നെ പ്രതികരണമുള്ളൂ. ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട്, ഭാവിയോട് പ്രതികരണം ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നല്ല, ഇനി അങ്ങനെ എഴുതി കാണിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം ഓരോരുത്തരും എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. ആവുന്ന ഘട്ടമാകട്ടെ, അപ്പോൾ പറയാം ആവശ്യമെങ്കിൽ. പൂരം കലക്കലിൽ മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 5 മാസമായെങ്കിലും പ്രധാന അന്വേഷണങ്ങൾ ഒന്നും പൂർത്തിയായിട്ടില്ല. പൂരത്തിൽ പ്രശ്നമുണ്ടായ സമയം ADGPയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല എന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ വിശദാംശം അറിയുന്നതിന് വേണ്ടിയാണ് മൊഴിയെടുപ്പ്. മന്ത്രിയുടെ മൊഴിയെടുത്ത ശേഷം ADGPയുടെ മൊഴിയും രേഖപ്പെടുത്തും. DGPയുടെ അന്വേഷണത്തിനു പുറമെ പൂരം കലക്കലിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴയുകയാണ്. മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിച്ച ADGP മനോജ് എബ്രഹാമിന്റെ അന്വേഷണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. പൂരം കലക്കൽ വിവാദങ്ങളിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 5 മാസം കഴിയുമ്പോഴാണ് മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കുവാൻ ഉദ്യോഗസ്ഥർ സമയം തേടിയിരുന്നത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനം ഇന്നാണ് അവസാനിക്കുന്നത്. മറ്റു വകുപ്പുകൾക്കൊപ്പം ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മനോജ് എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ട്. പൂരം കലക്കൽ വിവാദങ്ങൾക്കിടെ മന്ത്രി കെ രാജനും VS സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവർ ADGP MR അജിത് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സംഭവം അറിഞ്ഞ ശേഷം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉയർന്നു. കെ രാജൻ പൂരം നടക്കുമ്പോൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി കെ രാജൻ നേരത്തെ പറഞ്ഞിരുന്നു. MR അജിത് കുമാറിന്റെ വീഴ്ച സംബന്ധിച്ചാണ് DGP അന്വേഷിക്കുന്നത്. മന്ത്രിക്ക് പോലും ലഭിക്കാത്ത സൗകര്യങ്ങൾ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ചതും വിവാദമായിരുന്നു. മൊഴിയെടുക്കുവാൻ സൗകര്യം അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ തന്നെ സമീപിച്ചിരുന്നതായി മന്ത്രി രാജൻ സ്ഥിരീകരിച്ചു. അന്വേഷണ ഏജൻസി വന്നിരുന്നു. അന്വേഷണം ഇഴയുന്നു എന്ന അഭിപ്രായമില്ല. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും.